ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്, ദൈവം അറിയിച്ച വാഗ്ദത്തം നിവർത്തീകരിക്കാൻ ദൈവം ശക്തനാണ്. അസാധ്യമായ സാഹചര്യങ്ങളിലും വാഗ്ദാനം നിവർത്തിക്കുന്ന ഒരുവനുണ്ട്. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, അവൻ ഇസഹാക്കിന്റെ ദൈവമാണ്, അവൻ യാക്കോബിന്റെ ദൈവമാണ്, അവൻ എന്റെ ദൈവമാണ്. അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അവൻ സർവശക്തനായ ദൈവമാണ്. അബ്രഹാമിന് 99 വയസ്സായപ്പോ അബ്രഹാമിന്റെ മുൻപിൽ ഈ ദൈവം പ്രത്യക്ഷനായി. ദൈവം പറയാണ്, എടാ ഞാൻ സർവശക്തനായ ദൈവമാണ്. അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ കണ്ടതായ ദൈവമല്ലത്. അബ്രഹാമിന്റെ അപ്പനായിരിക്കുന്ന തേരഹിന്റെ ദേശത്തുണ്ടായിരുന്ന ദൈവമല്ലത്, അവരാരാധിച്ചു വന്ന ദൈവമല്ലത്. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇത് സർവശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇത് അബ്രഹാമിനോട് പറയാൻ, സർവശക്തനായ ദൈവമാണെന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം. 99 വയസ്സായി, തനിക്ക് തലമുറകൾ ജീവിതത്തിലില്ലാതെ ഭാരമേറിയ, ഒന്നുകൂടെ പറഞ്ഞാൽ നിന്ദിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ, പ്രത്യേകിച്ച് തലമുറകളില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു വംശം നിലനിർത്താൻ കഴിയാതെ ആ ഒരു ജനറേഷൻ അങ്ങ് അവസാനിക്കുകയാണ്. ദൈവത്തിന് അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ചിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, വിടാ, ഞാൻ സർവശക്തനായ ദൈവമാണ്, പക്ഷേ ഒരു കണ്ടീഷൻ, നീ എന്റെ മുൻപാകെ നടന്ന് നീ നിഷ്കളങ്കനായിരിക്കണം. ഓ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സർവശക്തനായിരിക്കും, പക്ഷേ ഒരു കണ്ടീഷൻ, 2 കാര്യങ്ങൾ നീ ചെയ്യണം. ഒന്ന്, എന്റെ മുൻപാകെ നീ നടക്കണം. എന്നൂടെ പറഞ്ഞാൽ അതിനർത്ഥം എന്തെന്നറിയാമോ? നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുൻപാകെ നമ്മളിങ്ങനെ കാലടി വെച്ച് നടക്കുക എന്നുള്ള അർത്ഥത്തിനപ്പുറത്ത് ദൈവത്തെ അനുസരിക്കണം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. എവിടൊക്കെയോ വീഴ്ചകൾ വന്നതായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം. എവിടൊക്കെയോ പിറുപിറുപ്പിൻ്റെതായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിരിക്കാം. കൈപ്പേറിയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, എന്താ കർത്താവേ ഇങ്ങനെ എന്നൊക്കെ ഒരു പക്ഷേ ചോദിക്കേണ്ടുന്ന സമയങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കാം. ഇന്ന് നമ്മൾ കേട്ടതുപോലെ തന്നെ ഈ അപ്പങ്കലേക്ക് നമുക്കൊന്ന് മടങ്ങാം. 2 കരവും നീട്ടി തന്റെ വീഴ്ചയെ കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങുന്നവനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അപ്പനുണ്ട്. പറയാൻ പറ്റുമോ, ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ തുടരേണ്ടുന്ന ചില പ്രയാസകരമായ അനുഭവങ്ങളിലും ദൈവത്തിന് വിരോധമായി സംസാരിച്ച നാളുകൾ, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയാൻ കഴിഞ്ഞാൽ, ദൈവത്തെ ഒന്ന് അനുസരിക്കാൻ കഴിഞ്ഞാൽ, ദൈവം പറയുന്ന കാര്യാദികളെ ഒന്ന് അനുസരിക്കാൻ കഴിഞ്ഞാൽ, സ്വർഗത്തിലെ ദൈവം പറയും, കുഞ്ഞേ, ഞാൻ നിനക്ക് സർവശക്തനാണ്. 2024 ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അസാധാരണമായ ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാൻ കഴിയുമോ? ദൈവത്തെ അനുസരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവം നോക്കുകയാണ്. വാഗ്ദത്ത ദേശത്തേക്ക് ലക്ഷക്കണക്കിന് ജനം ഇറങ്ങി തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോശയുടെ നേതൃത്വത്തിൽ. പക്ഷേ ജീവിതത്തിന്റെ പ്രയാസമേറിയ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ചില ജീവിതങ്ങൾ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ഹല്ലേലൂയ.
ദൈവം വാഗ്ദാനം അറിയിച്ചതിനെ അവിശ്വാസത്തോടെ കണ്ടു. പക്ഷേ കാലേബും യോശുവയും ദേശമുറ്റു നോക്കാൻ പോയവരിൽ രണ്ടുപേരാകുന്ന ഇവർ പറഞ്ഞു, അവിടെ മല്ലന്മാരുണ്ട്. വിഷയമല്ല, എവിടെ? വാഗ്ദത്ത ദേശത്ത്. നമുക്കവിടെ കയറിപ്പറ്റും. നമുക്ക് ദൈവം തന്ന ദേശമാണത്. നമുക്കവിടെ കയറിപ്പറ്റാൻ പറ്റും. കാലേബും യോശുവയും പറഞ്ഞു, എത്ര അനാക്യ മല്ലന്മാരെ പോലെ ഉള്ളവർ അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ആ ദേശത്തേക്ക് ഞങ്ങൾ കടക്കും. കാരണം മനുഷ്യനല്ല ഞങ്ങളോട് അറിയിച്ചത്, അത് ദൈവമാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്, ദൈവം അറിയിച്ച വാഗ്ദത്തം നിവർത്തീകരിക്കാൻ ദൈവം ശക്തനാണ്. അസാധ്യമായ സാഹചര്യങ്ങളിലും വാഗ്ദാനം നിവർത്തിക്കുന്ന ഒരുവനുണ്ട്. അവൻ അബ്രഹാമിന്റെ ദൈവമാണ്, അവൻ ഇസഹാക്കിന്റെ ദൈവമാണ്, അവൻ യാക്കോബിന്റെ ദൈവമാണ്, അവൻ എന്റെ ദൈവമാണ്. അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അവൻ സർവശക്തനായ ദൈവമാണ്. ആമേൻ. ദൈവം പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിനക്ക് സർവശക്തനായിരിക്കും, പക്ഷെ നീ എന്റെ മുൻപാകെ നടക്കണം. നമ്മൾ ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ചും തന്നിഷ്ടത്തിനും ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായി, ദൈവശബ്ദത്തിന് വിരോധമായി പുറകോട്ട് നടന്നാൽ ദൈവം സർവശക്തനായിരിക്കത്തില്ല. ആർക്ക്? ഈ വ്യക്തിക്ക്. ദൈവം മാറ്റമില്ലാത്തവനാണ്, സർവശക്തനാണ്, എന്നേക്കും സർവശക്തനാണ്. പക്ഷേ തന്നിൽ ആശ്രയിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് സർവശക്തനായിരിക്കാൻ, അറിയിച്ച വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്ന നിലകളിൽ സർവശക്തനായിരിക്കാൻ, ദൈവത്തോട് കൂടെ ചേർന്നൊന്ന് നടക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏതൊക്കെ പ്രതിസന്ധികളായാലും വിഷയങ്ങളായാലും അതിന്റെ നടുവിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് വിടുതൽ തരേണ്ടുന്ന ഇടത്ത് വിടുതൽ തന്ന്, വിടുതൽ ലഭിച്ചില്ലേലും അതിനെ തരണം ചെയ്തു പോകാനുള്ള ഒരു കൃപ പകർന്ന് ഈ സർവശക്തൻ നിന്നെ നടത്തും. ഹല്ലേലൂയ. നിഷ്കളങ്കനായിരിക്ക. ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്, ഹാനോക്ക് അങ്ങനെയാ ചെയ്തത്. ദൈവത്തോടു കൂടെ 365 വർഷത്തോളം താൻ ദൈവത്തോടു കൂടെ നടന്നു. പ്രാണനാഥന്റെ വരവ് വാതിൽക്കൽ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു തന്റെ സഭയെ ചേർക്കാൻ വരാൻ സമയമാണ്. ഇവിടെ വിടുതൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കൃപ പകർന്നാ മതി. എനിക്ക് അങ്ങോട്ട് ചെന്നാൽ അവനോട് കൂടെ നിത്യകാലം വാസം ചെയ്യാൻ. എന്നാൽ ഇവിടെ വിടുതൽ ലഭിച്ചാലും സന്തോഷം, അവന്റെ നാമം മഹത്വപ്പെടാൻ. ദൈവം പറഞ്ഞു, നിനക്ക്, അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവമാണ്.